ഹലോ മക്കളെ, അപ്പം ഇന്ന് മമ്മി വന്നിട്ടുണ്ട്. എന്താ പറയണ്ടേ ഏതാ പറയണ്ടേ എന്നൊന്നും അറിയില്ല. എന്നാലും നമ്മ എന്തെങ്കിലും സംസാരിക്കാം എന്ന് വിചാരിച്ചു വന്നതാണ്. പിന്നെ ധൃതിയല്ല, അമ്മു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോലിക്ക് പോകാനായിട്ട്. ഇന്ന് ബുധനാഴ്ചയാണ്. വിഭൂതി എന്റെ കർത്താവേ, വിഭൂതി ബുധൻ കഴിഞ്ഞിട്ട് ഒരു മാസാകാനെ പോണേ. 50 അത് ഒരു മാസമല്ല, കരിക്കുറി പെരുന്നാളിനാണ്. ഫെബ്രുവരി 12-ാം തീയതി ആയിരുന്നു അമ്മ പറയുന്നത്. ഇപ്പൊ ഒരു മാസമല്ല. ഇന്ന് ഇന്ന് വലിയ ബുധൻ, വ്യാഴം പെസഹ വ്യാഴം, നാളെ മറ്റന്നാ ദുഃഖവെള്ളി. പച്ചക്കറി വെക്കണ ഇതാണ് വെള്ളിയാഴ്ച. നമ്മള് ഇതാണ് നോൺ വെജ് ഒന്നും ഇല്ല, പച്ചക്കറിയാണ്. അപ്പം അമ്മൂന് അവിയല് വേണമെന്ന് പറയുന്നുണ്ട്. അവിയല് വെക്കണം, സാമ്പാർ വെക്കണം, എരിശ്ശേരി വെക്കണം, പപ്പടം വെക്കണം. അങ്ങനെ അത്ര മതി, അത്ര കറികൾ പോണം അവിടുന്ന്. ഓണമല്ല ദേ ഈ വനമാലയ്ക്ക് സൗന്ദര്യം കൂടി എന്നൊക്കെ ആരാണ്ടൊക്കെ പറയുന്നുണ്ട്. കൂടി ദുൽഖർ സൽമാനൊക്കെ ആയിന്ന് പറയുന്നുണ്ട്. എന്റെ മോനെ കളിയാക്കല്ലേട്ട മക്കളെ, എന്തിനാടാ നിങ്ങ ഇങ്ങനെ കളിയാക്കണേ? എന്തോ ആവട്ടെ, എന്നിട്ടാ ശരീരസുഖം ആയുസും കൊടുക്കാൻ ദൈവത്തിനോട് മക്കള് പ്രാർത്ഥിച്ചോളൂ. റോയൽ ഇന്ന് പോണെന്നും പറഞ്ഞോണ്ടിരിക്കണേണ്. എന്താ കൂട്ടുകാരൊക്കെ ഉണ്ട്, അപ്പൊ പോണെന്നും പറഞ്ഞോണ്ടിരിക്കണ്. നമ്മ വെള്ളിയാഴ്ച പോകാന്ന വിചാരിച്ചേക്കണേ. അപ്പൊ നടക്കൂല്ലേ, നമ്മുടെ കാര്യം തീരുമാനമായിട്ടില്ല. മല കയറാൻ എനിക്കും നോയലിനും പറ്റുമെന്നുള്ളത് അറിയില്ല. നോയല് മുന്നേ കയറിയിട്ടുണ്ട്. ഇപ്പൊ ശരീരം ഇതായ കാരണം കൊണ്ടേ എങ്ങനെയാണെന്ന് അറിയില്ല. നീ പോടൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റിയാലോ. ഞാനും പോയാല് കയറണം എന്ന് കരുതിയിട്ട് തന്നെയാണ് പോകണേ. ഇപ്പൊ സൈഡ് പിടിച്ച് സ്റ്റെപ്പൊക്കെ പോലെ ഉണ്ടെന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല, പോയി നോക്കണം. പിന്നെ മക്കളെ, എന്താണ് ഏതാണ്ടൊക്കെ പറയാൻ വന്നത് ഒക്കെ മറന്നുപോയി മമ്മി. എല്ലാ കമന്റുകളും മമ്മി വായിക്കുന്നുണ്ട് കേട്ടാ. സ്ക്രീൻ ചൂടല്ലേന്ന്. അപ്പൊ കൊച്ചു ചൂടത്താണ് മക്കളെ പോണേ, വെയിലത്തും ആണ്. എന്റെ മോള് മരുഭൂമിയിൽ കൂടി കഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാ മക്കളും നല്ല സേഫ് ആയിട്ടിരിക്കുക. ചൂട്, ഭയങ്കര ചൂട്. 9 മണി കഴിഞ്ഞാ പോടവിടുന്ന്. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ വെള്ളപ്പൊക്ക സമയത്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ചൂടാണ് നല്ല. 9 മണി കഴിഞ്ഞാൽ 5 മണി വരെ ചൂടാണ്. 9 മണി തുടങ്ങി 5 മണി വരെ നല്ല വെയിലും ചൂടുമാണ്. രാത്രിയൊന്നും കിടന്നുറങ്ങാൻ പറ്റില്ല. മക്കൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? അതെ എന്ന് വിശ്വസിക്കുന്നു. നമ്മള് ഈസ്റ്ററിന് ഫുഡ് ഇഷ്ടമല്ല. ഈസ്റ്ററിന് ഫുഡ് എന്താ വേണ്ടത് നിങ്ങ പറയണോ? അപ്പൊ അതനുസരിച്ച് സ്റ്റൂവും പിന്നെ ഇത് വേണോട്ടാ, ബ്രെഡ് അല്ലെങ്കിൽ അപ്പമല്ല. അപ്പം വേണ്ട, ബ്രെഡും സ്റ്റൂവും. നോയെല്ലാം അപ്പം ഇഷ്ടമല്ല, ബ്രെഡാണ് ഇഷ്ടം. അപ്പോണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇന്ന് മമ്മി നല്ല സോഫ്റ്റ് അപ്പോൾ ഉണ്ടാക്കിയ. എന്നിട്ട് ഇവിടെ എന്തുണ്ടാക്കിയാലും അങ്ങനെയാണ് മക്കളെ. ബ്രെഡ് സ്റ്റൂ വേണം, ചാപ്സ് പപ്പാസ് വേണം. പിന്നെ അമ്മ എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ കുഴപ്പമില്ല. അവന് ചിക്കൻ കഴിക്കാൻ പറ്റുള്ളൂ. അതാണ് വേഗം ചിക്കൻ കറി എന്ന് പറഞ്ഞേ. അപ്പ ഇതാക്കാം, വെക്കാം. എന്താ വെക്കണ്ടെന്ന് വെച്ചാ അപ്പൊ വയ്ക്കാം. അപ്പൊ മമ്മി കാണിച്ചു തരും. പാതിര കുർബാനക്ക് പോണം, അത് കാണിച്ചു തരും. പോയിട്ടില്ല. മമ്മി മടിയെത്തിന്ന് പറഞ്ഞൊന്നുമില്ല, ഭയങ്കര ഭക്തി കാണിക്കും, പോവില്ല. പക്ഷെ ഇപ്പൊ ഒരു 3-4 ദിവസമായിട്ട് പള്ളി പോകണ്ടത് ആരുടെ എന്താണോ എനിക്കറിയില്ല, മനസ്സിലായില്ലേ. ഞാൻ എല്ലാ ദിവസവും പള്ളി പോകാൻ തീരുമാനിച്ചേ. എല്ലാ ദിവസവും മമ്മി പള്ളി പോകാന്ന് തീരുമാനിച്ചേ മമ്മി. അതെന്താ മക്കളെ, ഇപ്പൊ മമ്മി നടക്കണ സമയം, ഇനി നടക്കാത്തൊരു സമയം നമുക്ക് വരും.
പറ്റാത്ത അവസ്ഥകൾ വരുമ്പോ നമ്മ അയ്യോ അപ്പ പോയേച്ചെങ്കിൽ എന്ന് പറഞ്ഞാ നമ്മളെ ഏൽപ്പിച്ച് നടത്താനായിട്ട് അപ്പ പറ്റൂല, കഴിയേമില്ല നമുക്ക്. ദൈവത്തിന് പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ മീ? അപ്പൊ നമുക്ക് പ്രായം കൂടി വരുമ്പോ ദൈവത്തിന് കണ്ട നിരീശ്വരവാദി അപ്പൊ ഇപ്പോഴേ ഇപ്പൊ പോകാം എന്ന് കരുതിയേക്കണേ പള്ളിയിലേക്ക്. അതുകൊണ്ട് മമ്മി പള്ളിയിൽ പോകണം. പറ്റണോടത്തോളം വരെ ഇന്ന സമയമൊന്നുമില്ല പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചേക്കണം. പിന്നെ വെള്ളിയാഴ്ച ആണ് മലയാറ്റൂർ പോകാമെന്ന് വിചാരിച്ചേക്കണേ. അപ്പം മലയാറ്റൂർ കയറുന്നതൊക്കെ മമ്മി ഇടാട്ടാ, കയറാൻ പറ്റുക. അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോളൂ മമ്മി കയറാൻ. വളരെ കല്യാണം കഴിഞ്ഞ് ആ സമയത്തൊക്കെയാണ്, കല്യാണത്തിന് മുന്നേ ആണ് മമ്മി പോയേക്കണേ, മല കയറിയേക്കണേ. കല്യാണം കഴിഞ്ഞിട്ട് മമ്മി പോയിട്ടുണ്ട്, പക്ഷെ അടിവാരത്തിരുന്ന പോന്നേക്കണേ. ഇന്നല്ല വെള്ളിയാഴ്ച പോകുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. അമ്മൂസും ഉണ്ട്, നോയിലും ഉണ്ട്. കയറാൻ പറ്റുമെന്ന് വിചാരിക്കാൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോളൂ മമ്മി. റോയ് എന്ന് പോകുന്നുണ്ട്. അപ്പൊ അവൻ പറയും പറ്റുമോ പറ്റൂല എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള്. അപ്പൊ വെള്ളിയാഴ്ചത്തെ ഇത് ഇടണ്ട. പെസഹ വ്യാഴാഴ്ച പാല് അപ്പുണ്ടാക്കണതും അതൊക്കെ മമ്മി ഇടാട്ടാ. പാല് ഉറുക്കണതും അപ്പുണ്ടാക്കണതും അതിടാം. പിന്നെ വെള്ളിയാഴ്ചത്തെ നമ്മ അത് അങ്ങനെ ഇടണ്ട. സാധാ ഒരു വെള്ളിയാഴ്ച പച്ചക്കറി വയ്ക്കണതും അതൊക്കെ അത് വേണ്ടെന്നുള്ളതാണ് മമ്മി പറഞ്ഞത്. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ദുഃഖത്തോടു കൂടി ഇരിക്കേണ്ട ഒരു സമയം തന്നെയാണ്. സദ്യ വയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ല, അമ്മൂന് അവിയല് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു സാമ്പാറും വെക്കണം. പ്രശ്നക്കാരിയാണ് കുറച്ച്. എന്തിനാടാ അവിയല്? ഒരു മാസം നമ്മുടെ കുടുംബത്ത്, ഒരു മാസമല്ല 1.5 മാസം, 50 നോയമ്പെന്ന് ഇതിനെ പറയാ. ഈ 50 നോയമ്പില് നോയമ്പെടുത്തേക്കുന്നത് എൻ്റെ മോള് മാത്രമേ ഉള്ളൂ. എന്നിട്ടാണ് അവൻ വലിയ വർത്താനം പറയണേ പ്രശ്നക്കാരിയാണെന്ന്. ഒരു പ്രശ്നക്കാരിയും അല്ല മക്കളെ, ഒരു പ്രശ്നവും ഇല്ല എൻ്റെ മോളെ കൊണ്ട്. അതുകൊണ്ട് മമ്മി പള്ളിയിൽ പോണേ കാലത്ത് മമ്മി പോയിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മമ്മി എനിക്കും നേരത്തെ എന്നിട്ട് സഹായിച്ചൊക്കെ കൊടുത്തുകൊണ്ട് മമ്മി പള്ളിയിൽ പോകും. അങ്ങനെയാണ്. പിന്നെ ഇനിയിപ്പോൾ ഇന്ന് ഉച്ചയായിട്ട്, ഇന്നല്ല നാളെ അല്ലേ മൂസേ ഉച്ചയ്ക്ക് വരണ? അല്ല മക്കളെ, ഇവൻ 6 മണിയാകുമ്പോ എഴുന്നേറ്റ് ജിമ്മിന് പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് ജിമ്മിന് പോകണില്ല. അപ്പൊ എന്നെ ഒന്ന് പള്ളിയിലേക്ക് ആക്കി തരാൻ പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചേ. അതിപ്പോ ഞാൻ വിളിച്ചെന്ന് എഴുതിയിട്ട് ഇപ്പൊ എന്താ, ഇന്നപ്പോ അവൻ ജിമ്മിന് പോകണില്ല, മല കയറാൻ അതൊരു എക്സസൈസാണ്, അതുകൊണ്ട് പള്ളിയിൽ പോകണില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിളിച്ചെനിപ്പിച്ച് ഉറങ്ങിയായിരുന്നു. ശരി, ദേഷ്യമൊക്കെ കയറാണ്ടാവും വിളിക്കുമ്പോ. ആ ദേഷ്യം അപ്പൊ തന്നെ ഞാൻ നടന്നോളാന്ന് പറഞ്ഞു. മമ്മി ഇന്ന് അങ്ങനെ പള്ളി പോയേ? നാളെ മമ്മി രാവിലെ പോലല്ലോ, നാളെ മറ്റേ ഇതിന്റെ പരിപാടി 5 മണിക്ക്. നാളെ 5 മണിക്കാണ്. നാളെ വൈകിട്ടാണ് പോണേ. അല്ലടാ നാളെ നമ്മ പോയിട്ട് എപ്പോഴാ വരാ? നാളെ മമ്മി എവിടേക്ക് പോണേ? നാളെ ഞാനും റോയലും കൂടി തൃശ്ശൂര് പോകെ. എന്തിനാ പറ? മൈജിയില് വീഡിയോ എടുക്കാൻ പോകെ. അവന്റെ പേജിലൊരു പ്രൊമോഷന്റെ വീഡിയോ എടുക്കാനുണ്ട് റോയലിന്റെ. അപ്പ ഒറ്റയ്ക്ക് പോകണ്ടേ, മമ്മി എന്നുണ്ടോ? മമ്മിയും പോരെന്ന് പറഞ്ഞപ്പ തൃശ്ശൂർ പോയാണ്. മമ്മിയാണ് അപ്പൊ ഹെൽപ്പർ, ക്യാമറ ഒക്കെ പിടിച്ചു കൊടുക്കാൻ. അയ്യോ, ക്യാമറ പിടിച്ചു കൊടുക്കാൻ. ക്യാമറ ദൈവം കണ്ട് എങ്ങനെ പിടിക്കാം? ക്യാമറ വുമണാണ്. അങ്ങനെയൊന്നുമില്ല മക്കളെ, കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ പിന്നെ അതൊരു സന്തോഷം, ഒന്ന് പോകാലോ. അപ്പ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു കൊച്ചുവർത്താനങ്ങള്, തിരക്കിനിടയിൽ ഒരു എന്താ പറയാ, ഒരു ചെറിയൊരു കണ്ടന്റ്. അമ്മു എവിടെ വർക്ക് ചെയ്യണെന്ന് ചോദിച്ചിട്ടുണ്ടായി, അതൊന്ന് പറഞ്ഞേക്ക്. മമ്മിയുടെ അടുത്തേക്ക് വന്നിരിക്കാം. അത് മക്കളെ അമ്മു പറയും ഇന്ന സ്ഥലം, പിന്നെ മാളയിലാണ് വർക്ക് ചെയ്യണേ. പിന്നെ ഞങ്ങ കാണിക്കാട്ടോ അമ്മുവിന്റെ വർക്ക് സ്ഥലം, ഞങ്ങൾ ഒരു വീഡിയോയില് കാണിക്കാം. മടിയിലിരിക്കേ, മൈക്ക് കിട്ടില്ല, അതാണ്. സ്ഥാപനത്തിന്റെ പേരാണ് പറയാം, നെഡ് സ്റ്റാർ ക്യാപിറ്റൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ഗോൾഡ് ലോൺ ഇൻവെസ്റ്റ്മെന്റ് മൈക്രോ ഫിനാൻസ്. സ്ഥലം വന്നത് ഹെഡ് ഓഫീസ് കൊച്ചിയില്, എടക്കൊച്ചിയിലാണ്. ഇവിടെ അമ്മു പോണത് ഇവിടെ മാളല ബ്രാഞ്ചിലല്ല. വീട്ടിൽ സ്വർണം വെച്ചിട്ട്
അതുപോലത്തെ ഒരു സംഭവം. ഗോൾഡ് ലോൺ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ സംഭവമല്ലേ. അപ്പൊ മക്കളെ നിങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പൈസ ഉണ്ടെങ്കിൽ എന്റെ മോളെ ധൈര്യമായിട്ട് ഏൽപ്പിക്കാം. എന്റെ മോളെ ഒന്ന് രക്ഷിക്കാം. ജോലിയിലൊരു എന്താ ഉറപ്പൊക്കെ ഉണ്ടാകട്ടെ. ജോലി ഇപ്പൊ പോയിട്ട് 2ാമത്തെ മാസം. അപ്പൊ ഒരു ഉറപ്പൊക്കെ ഉണ്ടാകട്ടെ. വലിയവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. ഈ സ്ഥലം പറഞ്ഞില്ല, സ്ഥലം വന്നത് മാള പ്രൈവറ്റ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഉള്ള ആ ബിൽഡിങ്ങില് തന്നെ മുകളിലല്ലേ. സെക്കൻഡ് ഫ്ലോർ ആയി. ഫോൺ നമ്പർ അടി കൊടുത്തോ, കോണ്ടാക്ട് ചെയ്യാം. ഫോൺ നമ്പർ അറിയില്ല. അപ്പൊ മക്കളെ ഇന്നത്തെ ഈ വീഡിയോ കൊച്ചു വീഡിയോ ഇവൻ റോളക്സിന്റെ ബർത്ത്ഡേ 28-ാം തീയതി. അതിന്റെ ഇടയിൽ വേറൊരാളുടെ ബർത്ത്ഡേ കഴിഞ്ഞു കേട്ടോ മക്കളെ. അതും ഉണ്ട്. അത് എന്താ പറയാ അമ്മേ. അപ്പൊ ഈ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആണ്. ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.